കോഴികൾക്ക് ഈ കാണുന്നത് കണ്ടോ, കുരിപ്പ്. അപ്പോൾ ഈ കുരിപ്പിനുള്ള മരുന്നിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. മുട്ടയിട്ടോ ഒരേ സ്ഥലത്തല്ലേ? അങ്ങനെ 4 മുട്ട. BV380 കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ നമ്പറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളാണ് നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയും മെസ്സേജൊക്കെ ചെയ്തത്. അതിലൊക്കെ ഭയങ്കര സന്തോഷം. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടു, സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഇന്ന് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ BV380 ഈ കോഴികളാണ് നമ്മൾ വളർത്തുന്നത്. നമ്മുടെ ഫാമിലുള്ളതും ഇങ്ങനത്തെ കോഴികളാണ്. അപ്പോൾ ഇന്ന് ഒരു 50 കോഴികളെ നമ്മൾ വണ്ടൂരുള്ള നമ്മുടെ ഒരു കസ്റ്റമർക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പം നിലവിൽ 70 ദിവസം പ്രായമായ കോഴിക്കുട്ടികൾ അവൈലബിൾ ആണ്, എല്ലാ വാക്സിനും കഴിഞ്ഞത്. അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. BV380 കോഴിക്കുട്ടികളെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. പിന്നെ ഡെലിവറി അവൈലബിൾ അല്ല, നമുക്ക് ഫാമിൽ നേരിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, എടുക്കുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കോഴികൾക്ക് ഈ കാണുന്നത് കണ്ടോ, കുരിപ്പ്. അപ്പോൾ ഈ കുരിപ്പിനുള്ള മരുന്നിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സാധാരണ ഇങ്ങനെ കുരിപ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന കോഴികളെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിടണം. അല്ലെങ്കിൽ മറ്റുള്ള കോഴികളിൽ കൂടെ ഇത് ബാധിക്കും. അപ്പോൾ ഇതിനൊരു പറ്റിയൊരു മരുന്ന്, അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. അപ്പോൾ ഇതാണ് ആ മരുന്ന്, കോഴിനിധി. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ ഇതിലൊന്നും നോക്കിയിട്ട് അവൈലബിൾ അല്ല. ഇത് നമ്മളെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇനി മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മൃഗാശുപത്രീൻ്റെ അടുത്തൊക്കെയുള്ള മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ മൃഗാശുപത്രിയിലൊക്കെ ഒന്ന് ചോദിച്ച് നോക്കുക, കോഴിനിധി. അപ്പോൾ ഇത് കുരിപ്പിന് മാത്രമൊന്നുമല്ല, ഇത് ഒരുപാട് പിന്നെ കോഴി താറാവിനൊക്കെ കൊടുക്കുക. തൂക്കത്തിന്, പനിക്ക്, വെളുത്ത കാഷ്ടം, വയറിളക്കം, കഫക്കെട്ട്, കുരിപ്പ്, അങ്ങനത്തെ. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോ നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം. ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു, നമ്മളിത് തേച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി. ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം, ആദ്യത്തെ ഫോട്ടോ എങ്ങനെയുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇതിൻ്റെ പുറത്ത് തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. വലിയ കോഴിക്ക് 10 മുതൽ 15 തുള്ളി വരെ കുടിക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യുക, ഒഴിച്ചിട്ട് കൊടുക്കുക. പിന്നെ ചെറിയ കോഴിക്കുട്ടിയൊക്കെ ആണെങ്കിൽ 8 മുതൽ 10 തുള്ളി വരെ കുടിക്കുന്ന വെള്ളത്തിൽ പിന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനിയും രോഗം വരാത്ത കോഴിക്കും കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, വരാതിരിക്കും. പിന്നെ ഇതല്ലാതെ തന്നെ വേറെ മരുന്നുണ്ട്, ബോറിക് ആസിഡ് പൗഡർ. അത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, ബോറിക് ആസിഡ് പൗഡർ. അപ്പോൾ അത് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അവിടുന്ന് വാങ്ങാൻ കിട്ടും. നമ്മളെന്ത് ചെയ്യുക, ആ ബോറിക് ആസിഡ് പൗഡർ കുറച്ച് ഒരു പ്ലേറ്റിലെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ആ ഭാഗത്ത് തേച്ച് കൊടുത്താലും ഈ കുരിപ്പിൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ്. പിന്നെ അതേപോലെ തന്നെ ഇനി പച്ചമരുന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ, ആര്യവേപ്പിൻ്റെ ഇല, പനിക്കൂർക്ക, ഇത് 3ഉം കൂടെ നല്ലോണം അരച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും കൊടുക്കുക. അതുപോലെ തന്നെ ഈ കുരിപ്പിൻ്റെ പുറത്ത് തേച്ചും കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഈ പച്ചമരുന്ന് പിന്നെ വീട്ടിലുള്ള ആളുകൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ 2-3 മരുന്നുകളാണിപ്പോൾ നമുക്ക് അറിയണതുള്ളത്. ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വേറെ ഏതെങ്കിലും മരുന്നുകളോ കാര്യങ്ങളോ അറിയുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മുട്ടയിട്ടോ ഒരേ സ്ഥലത്തല്ലേ? അത് മൂലയ്ക്ക് തന്നെയാണ് കേട്ടോ. അവിടെ എന്തേലും വെച്ചെടുത്താൽ മതി. 4 കിട്ടിയില്ലേ? അങ്ങനെ 4 മുട്ട കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ടോ എന്തോ? അപ്പം അങ്ങനെ നമ്മുടെ 4.5 മാസത്തിൽ മുട്ടയിടുന്ന് പറഞ്ഞിട്ട് ഏകദേശം 4 മാസം ആകുമ്പോഴത്തേന് തന്നെ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു 5-6 കിട്ടി, ഇന്നൊരു 4 കിട്ടി. വൈകുന്നേരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ നിലവിൽ ഫാമിൽ 70 ദിവസം പ്രായമായിട്ടുള്ള BV380 കുട്ടികൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞതാണ്.
70 ദിവസം പ്രായമുള്ള കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത്. പിന്നെ ഡെലിവറി ഇല്ല, നമ്മുടെ ഫാമിൽ തന്നെ നേരിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത്. അപ്പോൾ നല്ല കോഴികളെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോസ് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യുക.